ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ശബരിമല തന്ത്രി ഉൾപ്പെടെ താഴമൺ മഠത്തിൽ നിന്നുള്ള തന്ത്രിമാരാരും തന്നെ ബ്രാഹ്മണരല്ല. 80കളുടെ അവസാനത്തിൽ അന്നത്തെ തന്ത്രി ശബരിമല സന്നിധാനത്തിൽ വെച്ച് കൊടും കൊള്ള നടത്തുന്നത് നേരിട്ട് കണ്ട അനുഭവം എനിക്കുണ്ട്. ബ്രഹ്മവിദ്യയുടെ പ്രതീക സ്ഥാനമാണ് സന്നിധാനം. ബ്രഹ്മവിദ്യ അറിയുന്നവരാണ് ബ്രാഹ്മണർ. ഇത് സുവർണ അവസരമാണ്. സംസ്കൃതവും വേദോപനിഷത്തുകളും തന്ത്രവിദ്യയും അറിയാവുന്നവരെ ജാതിഭേദം നോക്കാതെ കണ്ടെത്തി ശബരിമലയിൽ തന്ത്രിയാക്കണം. അതിനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിമുഖം നടത്തുകയും ചെയ്യാം. അത്തരത്തിൽ നടത്തപ്പെടുന്ന അഭിമുഖം ആർക്കും ലഭ്യമാവുന്ന രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. കവിയും ടാഗോറിൻ്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തുകയും ചെയ്ത സാമൂഹിക ബോധമുള്ള സാംസ്കാരിക നായകൻ കൂടിയായ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇതിന് മുൻകൈയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.